കേരളത്തിലുടനീളം അതീവ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം ഇപ്പോൾ ഇരുണ്ട ഒരു പ്രതിച്ഛായയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഓരോ വീട്ടിലും ആരെങ്കിലും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെങ്കിൽ അവിടെ സംസാരിക്കുന്ന ഒരു വിഷയം ആ മയക്കുമരുന്ന് കേസിൽ എങ്ങനെയാണ് ആ 3 അധ്യാപികമാർ അറസ്റ്റിലായത് എന്നതിനെ കുറിച്ചായിരിക്കും. ഒരു മയക്കുമരുന്ന് കേസ്, MDMA എന്ന മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരാളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്ന ഓരോ വാക്കുകളും കേരളത്തിലെ ഭയാനകമായ മയക്കുമരുന്ന് ശൃംഖലയെയാണ് പുറത്തു കൊണ്ടുവന്നത്. ഈ സർക്കാരിനെയും വ്യവസ്ഥിതികളെയും മറികടന്ന് നമ്മൾ ചിന്തിക്കുന്നതിനും സിനിമകളിൽ കാണിക്കുന്നതിനും അപ്പുറം ഇതെത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. LSD, MDMA തുടങ്ങിയ മയക്കുമരുന്നുകളാണ് ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. ചരട് പിടിച്ച് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നിരവധി പ്രമുഖരുടെ തലകൾ ഇതിൽ കുടുങ്ങുന്നു. അതിൽ ആദ്യത്തേത് ഒരു അധ്യാപിക, രണ്ടാമത്തേത് മറ്റൊരു അധ്യാപിക. ഈ 2 വനിതാ അധ്യാപികമാരെ ചോദ്യം ചെയ്തപ്പോൾ അവർ അടുത്ത വിവരവും നൽകുന്നു. അടുത്തത് 3ാമതൊരു അധ്യാപിക. കേരളത്തിൽ MDMA മയക്കുമരുന്ന് കൈമാറ്റം ചെയ്ത സംഭവത്തിൽ നിലവിൽ 3ാമതൊരു അധ്യാപിക കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് കേട്ട് മാത്രം വെറുതെ അത്ഭുതപ്പെടുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ നമ്മൾ അറിയാതെ ഏതെങ്കിലും തെറ്റായ വഴിക്ക് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കാൻ മറന്നാൽ ഈ സംഭവം നിങ്ങൾക്ക് വലിയൊരു പാഠമായിരിക്കും. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ വലിയൊരു അന്വേഷണമാണ് ഇപ്പോൾ കേരള സർക്കാർ നടത്തുന്നത്. കേരളത്തിൽ മയക്കുമരുന്ന് കടത്തലും ഉപയോഗവും വളരെ ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ഓരോ ജില്ലകളിലും കടുത്ത മാനസിക സമ്മർദ്ദം കാരണം നിരവധി ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്നും ഉപയോഗിച്ച നിമിഷങ്ങൾക്കകം അതിന് അടിമകളായി മാറുന്നുവെന്നുമുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. സ്കൂൾ, കോളേജ് തലങ്ങളിൽ പോലും വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒന്നായി ഈ മയക്കുമരുന്ന് മാറിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം തുടരുമ്പോൾ കോഴിക്കോട് വെച്ച് ഒരാൾ MDMA ഉപയോഗിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യ വിവരം ലഭിക്കുന്നു. പോലീസ് ഉടൻ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റിലായ ഉടൻ അയാൾ പറയുന്ന വാക്കുകൾ പോലീസിനെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇതാരാണ് നിനക്ക് തന്നത്? ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു. അയാൾ പറയുന്നു, എനിക്കറിയില്ല. ആർക്കാണ് നീ പണം അയച്ചു കൊടുത്തത്? എനിക്കറിയില്ല. ആരാണ് നിനക്കിത് ഡെലിവർ ചെയ്തത്? എനിക്കറിയില്ല. എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്തത്? എനിക്കറിയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും അറിയില്ല 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 എന്ന് മാത്രമാണ് മറുപടി. എന്നാൽ ഒരു QR കോഡ് വഴിയാണ് പണം അയച്ചതെന്ന സത്യം മാത്രം അയാൾ വെളിപ്പെടുത്തുന്നു. ആ ഒരു QR കോഡ് മാത്രമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച ഒരേ ഒരു സൂചന. ഈ ഒരു QR കോഡിന് പിന്നിൽ വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടെന്ന് പോലീസ് സംഘം തിരിച്ചറിയുന്നു. MDMA ഉപയോഗിച്ച ആ കുറ്റവാളി പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ വ്യക്തമായി. ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ ഇവനൊരു മെസ്സേജ് വരുന്നു. നീ എന്താണ് ഉപയോഗിക്കുന്നത്? നിനക്ക് ഏതാണ് സന്തോഷം നൽകുന്നത്? നിന്റെ കൂട്ടുകാരെല്ലാം നിന്നെ ഉപേക്ഷിച്ചു പോയോ? നീ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടേണ്ട. നിനക്ക് സന്തോഷമായിരിക്കണമെങ്കിൽ, ആനന്ദം വേണമെങ്കിൽ ഈ നമ്പറിലേക്ക് MDMA എന്ന മെസ്സേജ് അയക്കും. ഇതായിരുന്നു ആ ഒരു മെസ്സേജ്. അവർ നിനക്കുള്ള സന്തോഷം തേടി എത്തിക്കുമെന്നായിരുന്നു ഉറപ്പ്. ഇതുപോലുള്ള മെസ്സേജുകൾ നമ്മളോ നമ്മുടെ വീട്ടിലെ കുട്ടികളോ കണ്ടു കാണും. ഒരുപക്ഷെ അവരും ഇത്തരം നെറ്റ്വർക്കുകളുടെ വലയിൽ വീണിട്ടുണ്ടാകുമോ എന്ന സംശയം നിങ്ങളുടെ മനസ്സിലും വരണം. കാരണം ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിലാണ് ഇവർ തങ്ങളുടെ വല വളരെ സൂക്ഷ്മമായി വിരിച്ചിരിക്കുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇയാൾക്ക് വന്ന ഈ മെസ്സേജിലെ നമ്പർ ഒരു വിദേശ നമ്പറായിരുന്നു. ആ നമ്പറിലേക്ക് ഹായ്, ഹലോ എന്നൊന്നും അയക്കാൻ പാടില്ല. വെറുതെ MDMA എന്ന് മാത്രം മെസ്സേജ് അയക്കണം. MDMA എന്ന വാക്കോടുകൂടി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റൊരു നമ്പറിൽ നിന്ന് ഒരു QR കോഡ് വരും. വേറെ ഒരു സംസാരം ഉണ്ടാവുകയില്ല. എത്ര തുക വേണമെന്ന വിവരവും ആ QR കോഡും മാത്രം. ആ QR കോഡിലേക്ക് പണം അയച്ച ശേഷം അതിന്റെ ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം എന്നൊരു നിബന്ധനയുണ്ട്. അതിനാൽ ഇവർ എത്ര രൂപയാണോ അയക്കുന്നത് അതിന്റെ ട്രാൻസാക്ഷൻ IDയും സ്ക്രീൻഷോട്ടും ആ QR കോഡ് അയച്ച നമ്പറിലേക്ക് തിരികെ അയക്കണം. QR കോഡ് വന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് അവരത് കൺഫേം ചെയ്യും.
പണം കിട്ടിയെന്ന് ഉറപ്പാക്കി ആ നിമിഷം തന്നെ ആ നമ്പറും ബ്ലോക്ക് ചെയ്യപ്പെടും. അടുത്തതായി ഇവന് മറ്റൊരു നമ്പറിൽ നിന്നും ഒരു ലൊക്കേഷൻ മാപ്പ് മാത്രം മെസ്സേജായി വരും. അങ്ങനെ ആ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ലൊക്കേഷനിലേക്ക് പോയാൽ ആ സ്ഥലത്ത് എവിടെ നിന്നാണ് ഈ സാധനം ലഭിക്കുക എന്ന്, അതായത് ഈ മയക്കുമരുന്ന് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു സൂചന ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, ആ വഴിത്തിരിവിലെ 3ാമത്തെ ഇടവഴിയിലൂടെ താഴേക്ക് പോകുമ്പോൾ കാണുന്ന വീടിനടുത്ത് ഒരു ഡ്രെയിനേജ് ഉണ്ട്. ആ ഡ്രെയിനേജിന് സമീപം ഒരു ചെങ്കല്ല് വെച്ചിട്ടുണ്ട്. ആ ചെങ്കലിനടിയിലാണ് സാധനം വച്ചിരിക്കുന്നത്. ചെങ്കല്ല് പൊക്കി നോക്കൂ, ആ കല്ലിന് മുകളിൽ ഞങ്ങൾ ടി എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇങ്ങനൊരു വ്യക്തമായ സൂചന നൽകും. ഇവനും ആ ലൊക്കേഷനിൽ പോയി 3ാമത്തെ ഇടവഴിയിലെ ആ ചെങ്കല്ല് പൊക്കി നോക്കുമ്പോൾ അതിനടിയിൽ ഒരു പൊതി ഉണ്ടാകും. അതാണ് ആ മയക്കുമരുന്ന്. അതെടുത്തുകൊണ്ടുവന്ന് അവൻ ഉപയോഗിക്കാം. ഇവിടെയുള്ള വലിയൊരു സങ്കീർണത എന്താണെന്നറിയാമോ? ആരുമായും നേരിട്ട് ബന്ധപ്പെടുന്നില്ല. ഇത് ആരാണ് അവിടെ വച്ചത് എന്ന് വാങ്ങുന്നയാൾക്കറിയില്ല. ആരാണിത് എടുക്കാൻ വരുന്നത് എന്ന് വിൽക്കുന്നയാൾക്കറിയില്ല. പണം ആരുടെ അക്കൗണ്ടിലേക്കാണ് പോയത് എന്ന് ആർക്കും അറിയില്ല. ആദ്യം MDMA എന്ന മെസ്സേജ് അയച്ച ആ വിദേശ നമ്പർ ആര് പ്രവർത്തിപ്പിക്കുന്നുവെന്നറിയില്ല. ഇത് ഏത് രാജ്യത്തു നിന്നാണ് വാങ്ങിയത് എന്നും അറിയില്ല. ഇങ്ങനെ എല്ലാം അറിയില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം, മയക്കുമരുന്ന് ഉപയോഗിച്ച ആ യുവാവ് ഒരു QR കോഡിലേക്ക് പണം അയച്ചു കൊടുത്തിരുന്നുവെന്ന് നമ്മൾ കണ്ടല്ലോ. ആ QR കോഡിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിന്തുടർന്നു. ഇതെല്ലാം നടക്കുന്നത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലുള്ള വടകര മേഖലയിലാണ്. കോഴിക്കോട് വെച്ച് QR കോഡ് ട്രാക്ക് ചെയ്തു പോയപ്പോൾ ഇത് വെറുമൊരു സാധാരണ വിഷയമല്ല എന്ന് പോലീസിന് മനസ്സിലായി. നമ്മൾ നടത്തുന്ന ഓരോ ഡിജിറ്റൽ പേയ്മെന്റിന് പിന്നിലും നിരവധി മെറ്റാഡാറ്റ അല്ലെങ്കിൽ ചെറിയ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും. ഈ പണം ആർക്കാണ് പോകുന്നത്, അവരുടെ അക്കൗണ്ട് ശൃംഖല എന്താണ്, അവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, ട്രാൻസാക്ഷൻ ID എന്നിവയെല്ലാം അതിലുണ്ടാകും. ഇത് വെച്ച് ട്രാക്ക് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ ഒടുവിൽ ഒരു അധ്യാപികയെ തിരിച്ചറിയുന്നു. അതായത് ആ QR കോഡ് ഒരു അധ്യാപികയുടെ അക്കൗണ്ട് വഴിയാണ് ലോഗിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പണം പോകുന്നത് ആ അധ്യാപികയുടെ അക്കൗണ്ടിലേക്കാണ് എന്ന് പോലീസ് കണ്ടെത്തുന്നു. ഇവർ ഒരു സാധാരണ അധ്യാപികയല്ല, ഒരു സ്പെഷ്യൽ ടീച്ചറാണ്. അതായത് കേരളത്തിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് ഫെഡറേഷൻ ഓഫ് കേരള. ഓട്ടിസം ബാധിച്ചവർ, മാനസിക വളർച്ച കുറഞ്ഞവർ, ഏകാഗ്രത കുറവുള്ളവർ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു സംഘടനയാണിത്. അതിലെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപികയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിലായ ഉടൻ തന്നെ ആ അധ്യാപിക സത്യം വെളിപ്പെടുത്തുന്നു, ഇതിൽ മറ്റൊരു അധ്യാപിക ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. തുടർന്ന് ചോദ്യം ചെയ്യലിൽ 2ാമത്തെ അധ്യാപിക കുടുങ്ങുകയും അവരുടെ വെളിപ്പെടുത്തലിൽ 3ാമത് ഒരു അധ്യാപികയുടെ പേര് കൂടി പുറത്തു വരികയും ചെയ്യുന്നു. അങ്ങനെ 3 അധ്യാപികമാരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഒന്ന് KC കീർത്തന, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ. 2ാമത്തേത് K കാവ്യ, ഓട്ടിസം സെന്ററിൽ ജോലി ചെയ്തിരുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. 3 VP നീഷ്മ, പേരാമ്പ്രി BRCയിലെ സ്പെഷ്യൽ ടീച്ചർ. ഈ 3 പേരെയും കേരള സർക്കാരും പോലീസും പരസ്യമായി വെളിപ്പെടുത്തി. കേസ് അന്വേഷണം പുരോഗമിക്കുന്നേയുള്ളൂ. ഇവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ 3 അധ്യാപികമാരുടെയും പേരും മേൽവിലാസവും ചിത്രവും പുറത്തുവിട്ടത്? ഇത് തെറ്റല്ലേ എന്ന് കേരള സർക്കാരിനോട് ചോദിച്ചപ്പോൾ സർക്കാർ നൽകിയ മറുപടി ഇതായിരുന്നു: ഈ മയക്കുമരുന്ന് ശൃംഖല സാധാരണ ഒന്നല്ല. മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇവിടെയുള്ള യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ ഭാവി തകർക്കാൻ ആരെ ശ്രമിച്ചാലും അവരുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തും. നാളെ തങ്ങൾ പിടിക്കപ്പെട്ടാൽ സമൂഹത്തിന് മുന്നിൽ നാണം കെടുമെന്ന ഭയം ഇത്തരക്കാർക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഇവർ വനിതാ അധ്യാപികമാർ ആയിരുന്നിട്ട് കൂടിയും ഇവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഇനി ചോദ്യം ചെയ്യലിൽ ഇവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഈ അധ്യാപികമാർ ചിലർ നേരത്തെ തന്നെ MDMA ഉപയോഗിച്ചിരുന്നവരാണ്. അതുമാത്രമല്ല, ഇതിന് പിന്നിൽ വലിയൊരു ശൃംഖല തന്നെയുണ്ട്. 10,000-കണക്കിന് രൂപയാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി വന്നിട്ടുള്ളത്. വൻ തുകകൾ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുമുണ്ട്. ഇതിന് പിന്നിലുള്ള വലിയൊരു നെറ്റ്വർക്കിനെ പോലീസ് എങ്ങനെ കണ്ടെത്താൻ പോകുന്നു എന്നതിലാണ് അടുത്ത ട്വിസ്റ്റ് ഉള്ളത്. ഈ 3 അധ്യാപികമാർക്കും വലിയ ശിക്ഷ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി എന്ന ഒരു പദമാണ് നിയമപരമായി ഉപയോഗിക്കുന്നത്. അതായത് മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകൾക്കും അത് വാങ്ങുന്ന ആളുകൾക്കും ഇടയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ മാത്രം സഹായിക്കുന്ന ഇടനിലക്കാർ. ഇവർക്ക് ആ ഒരു പങ്ക് മാത്രമേ ഉള്ളൂ. അതായത് ആദ്യം ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കണമല്ലോ, അതാരാണെന്നറിയില്ല. അതിനുശേഷം ഒരു ലൊക്കേഷനും ഒരു QR കോഡും വരും. ആ QR കോഡിന്റെ സാമ്പത്തിക ഇടനിലക്കാരാണ് ഈ അധ്യാപികമാർ. അതിനുശേഷം ആ ലൊക്കേഷൻ അയച്ചത് ആരാണ്, ആ ലൊക്കേഷനിൽ കൊണ്ടുവച്ചത് ആരാണ്? ഇതാണ് അടുത്ത ചോദ്യം.
ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. പെട്ടെന്നൊരു ഡെലിവറി പേഴ്സണെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ ഡെലിവറി പേഴ്സൺ മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരിക്കാം എന്നൊരു സംശയം. അതിനുള്ള ചില തെളിവുകളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിക്കുന്നു. 3 അധ്യാപികമാരും ഒരു മയക്കുമരുന്ന് ഉപഭോക്താവ് മാത്രമുണ്ട് എന്ന് കരുതി ഈ കേസിൽ ഇപ്പോൾ ഒരു ഡെലിവറി പേഴ്സൺ കൂടി പിടിയിലായത് അന്വേഷണത്തെ അടുത്ത ഘട്ടത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ കേസിൽ അറസ്റ്റിലായ നിരവധിയായ ആളുകളുടെ പട്ടിക നമുക്കറിയാം. അതിൽ ആരെല്ലാം ഉണ്ടായിരുന്നുവെന്നറിയാമോ? മയക്കുമരുന്നിനെതിരെ വലിയ രീതിയിൽ പോരാട്ടങ്ങൾ നടത്തിയ വ്യക്തികൾ പോലും ഇതിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ശരീരം ഫിറ്റായി സൂക്ഷിക്കാൻ സൂംബ ക്ലാസ്സുകളിൽ പോയിരുന്ന ചില സ്ത്രീകളും ഇത് ഉപയോഗിച്ചിരുന്നതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ധാരാളം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തി. ഇങ്ങനെ ഈ ശൃംഖല കാരണം ജീവിതം തകർന്നു പോയവരുടെ പട്ടിക നീളുകയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായിരിക്കും എന്ന ചോദ്യം ഉയരുമ്പോഴാണ് മറ്റൊരു സത്യം പുറത്തു വരുന്നത്. ഇന്ത്യയിലൊട്ടാകെ ഏകദേശം 400 മുതൽ 500 കിലോ വരെ MDMA പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ 24 മുതൽ 25 വരെ കിലോ കേരളത്തിൽ നിന്ന് മാത്രം പിടികൂടിയവയാണ്. അതിനുള്ള തെളിവുകൾ കൈവശമുണ്ട്. അതുകൊണ്ട് ഇതൊരു വൻകിട ശൃംഖലയാണ്. ഇത് കേരളത്തിലേക്ക് ഇത്ര എളുപ്പത്തിൽ കടന്നുകൂടിയെങ്കിൽ മറ്റെവിടെയൊക്കെ കടന്നുകൂടിയിട്ടുണ്ടാകുമെന്ന ചോദ്യത്തോടെയാണ് അന്വേഷണ സംഘം തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഇത് വെറുമൊരു നിസ്സാര വിഷയമല്ല. നമ്മുടെ വീട്ടിലെ കുട്ടികളും ഇതിൽ ഇരയാകപ്പെടാം. അന്വേഷണ സംഘം ഏതെല്ലാം വഴികളിലൂടെയാണ് ഈ മയക്കുമരുന്ന് ഉപഭോക്താക്കളെ കണ്ടെത്തുക എന്നതിനെ കുറിച്ചുള്ള ചില വിശദാംശങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇവർ ഏതെല്ലാം വഴികളിലൂടെയാണ് കുട്ടികളെയും യുവാക്കളെയും തങ്ങളുടെ വലയിലാക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, പ്രൈവറ്റ് അക്കൗണ്ടുകളിലൂടെയും ചാറ്റുകളിലൂടെയും. ആദ്യം പ്രൈവറ്റ് അക്കൗണ്ടുകൾ ഉണ്ടാക്കി സ്വകാര്യമായി മെസ്സേജ് അയക്കും. തുടർന്ന് ഇൻസ്റ്റഗ്രാമിലെയും മറ്റും ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. പിന്നീട് ഡിസപ്പിയറിംഗ് മെസ്സേജാണ്. ഒരിക്കൽ മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ അത് താനെ അപ്രത്യക്ഷമാകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നു. ഇത്തരം ടെക്നോളജികൾ ഉപയോഗിച്ചാണ് ഇവർ നമ്മുടെ കുട്ടികളെയും വിദ്യാർത്ഥികളെയും ആകർഷിക്കുന്നത്. അടുത്തത് വ്യാജ അക്കൗണ്ടുകൾ വഴിയാണ്. വ്യാജ പേരുകളിലും അക്കൗണ്ടുകളിലും പ്രവർത്തിക്കുന്നു. ചതിയും മാച്ച് ഫിക്സിംഗ് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതിലൂടെ നടക്കുന്നു. അടുത്തത് താൽക്കാലിക നമ്പറുകളാണ്. കുറച്ചു മാത്രം ഫോളോവേഴ്സ് ഉള്ള സബ്സ്ക്രിപ്ഷൻ രീതികളും താൽക്കാലികമായി ലഭിക്കുന്ന ഫോൺ നമ്പറുകളും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നു. 2 ആഴ്ച ഉപയോഗിച്ച ശേഷം ആ നമ്പർ ക്ലോസ് ചെയ്ത് അടുത്ത നമ്പറിലേക്ക് മാറുന്നു. അടുത്തത് രഹസ്യ കോഡ് വാക്കുകളാണ്. നമ്മൾ കേട്ടാൽ മനസ്സിലാകാത്ത രഹസ്യ കോഡ് വേർഡ്സ് ആണ് ഇവർ സംസാരിക്കാൻ ഉപയോഗിക്കുന്നത്. പുതിയ തലമുറ, അതായത് ജെൻസി ഉപയോഗിക്കുന്ന പല വാക്കുകളും ഇവർ മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ദുരുപയോഗം ചെയ്യുന്നു. നമ്മുടെ കൺമുന്നിൽ വെച്ച് മറ്റൊരു ലോകമാണ് ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഓപ്പറേഷൻ തൂഫാനിൽ അറസ്റ്റിലായ ഈ 3 അധ്യാപികമാർ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ വലിയൊരു ചോദ്യചിഹ്നമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവർ 3 പേരും ഒരു പ്രത്യേക സംഘടനയിൽ നിന്നോ പ്രസ്ഥാനത്തിൽ നിന്നോ വന്നവരാണ് എന്ന് പറയപ്പെടുന്നു. ഇവർക്ക് എങ്ങനെയാണ് ഈ ജോലി ലഭിച്ചത്? കൃത്യമായ പശ്ചാത്തല പരിശോധന നടത്താതെയാണോ ഇവരെ നിയമിച്ചത്? അവിടെ പഠിക്കുന്ന പാവം കുട്ടികൾക്ക് ഇവരിൽ നിന്ന് വല്ല അപകടം ഉണ്ടായിട്ടുണ്ടോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് അടുത്തതായി ഉയരുന്നത്. ഇതെല്ലാം ചേർന്നാണ് കേരളത്തിലെ ഈ മയക്കുമരുന്ന് കേസ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ഇതിലേക്ക് തമിഴ്നാട്, കർണാടക തുടങ്ങിയ മറ്റ് അയൽ സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇതൊരു ചെറിയ കേസാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ തോണ്ടും തോറും എത്ര ഭൂതങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് തന്നെ കണ്ടറിയാം. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ വീട്ടിലെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് 1 2 അല്ല, അതിൽ കൂടുതൽ തവണ ഉറപ്പുവരുത്തുക. നമ്മുടെ കുട്ടികൾ നല്ലവരാണ് എന്ന വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം. എന്നാൽ ആ നല്ല കുട്ടിയെപ്പോലും വഴി തെറ്റിക്കാൻ, ചീത്തയാക്കാൻ ഈ സമൂഹത്തിൽ ചില ആളുകളും ചില സംഘങ്ങളും തയ്യാറായി നിൽപ്പുണ്ട്. അവരിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ. സർക്കാരിനോ നിയമങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ അതിന് കഴിയില്ല. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഇതൊരു മുൻകരുതൽ മാത്രമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.